ഗീതയ്ക്ക് കിറ്റിയെ കോളേജ് കാലം തൊട്ട് അറിയാം. ഭർത്തൃവീട്ടുകാരുടെ ശകാരത്താൽ മനം മടുത്ത ഗീത അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ കോടതിയിലെ കേസ് കാരണം തന്റെ HIV സ്റ്റാറ്റസ് സമൂഹത്തിൽ ലീക്ക് ആകുമോ എന്ന ആശങ്കയിലാണ് അവർ. അതുകൊണ്ടാണ് ഉപദേശത്തിനായി ഗീത കിറ്റിയുടെ അടുത്ത് എത്തിയത്. വരൂ നോക്കാം രണ്ടു കൂട്ടുകാരികളും എന്താണ് സംസാരിക്കുന്നതെന്ന്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല കിറ്റി. വീട്ടിലാണെങ്കിൽ ദിവസവും വഴക്കാണ്. ഞാൻ ആകെ തളർന്നുപോയി. കോടതിയല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. പിന്നെ പേടിയുമുണ്ട്. ഗീത, വിഷമിക്കാതിരിക്കെ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. കോടതി കേസുകളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ പരിഭ്രമിക്കാതിരിക്കും? നിനക്ക് ഓർമ്മയില്ലേ രമേശ് തന്റെ സഹോദരനെതിരെ വസ്തുവകകൾക്ക് വേണ്ടി കേസ് കൊടുത്തത്? പിന്നീട് അയാളുടെ സ്റ്റാറ്റസിന്റെ കാര്യം കോളനി മുഴുവൻ അറിഞ്ഞു. അഥവാ ആരെങ്കിലും എന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്താലോ? ആ ചങ്ങാതി, അന്ന് നടന്നത് നടന്നു. പക്ഷെ ഇപ്പോൾ ആർക്കും അങ്ങനെ ചെയ്യാനാവില്ല. HIV AIDS ആക്ട് 2017 ഇതിനുവേണ്ടിയും വ്യവസ്ഥയുണ്ട്. അത് കാരണം നിയമ നടപടി സമയത്ത് ആർക്കും നിന്റെ HIV സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതെയോ? പിന്നെ എന്തൊക്കെ വ്യവസ്ഥകളുണ്ട് ഈ നിയമത്തിൽ? നോക്കൂ, ആദ്യം കേസ് ഒരു കള്ളപ്പേരിൽ, അതായത് സ്യൂഡോണിമിൻ കീഴിൽ രജിസ്റ്റർ ചെയ്യും. അതായത് നിങ്ങളുടെ പേര് കോടതിയിൽ എവിടെയും വരില്ല എന്നർത്ഥം. നിങ്ങളുടെ കേസ് എത്രയും വേഗം തീർപ്പാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിനു പുറമെ നിങ്ങളുടെ സ്റ്റാറ്റസിനെ കുറിച്ച് ഒരു പത്രത്തിലും മാധ്യമത്തിലും ആർക്കും പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഇത് ലംഘിച്ചാൽ പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അല്പം ധൈര്യം വന്നു കിറ്റി. വരൂ ഇനി എന്നോടൊപ്പം. എനിക്ക് പരിചയമുള്ള ഒരു വക്കീൽ സാറുണ്ട്. ആദ്യം അദ്ദേഹത്തോട് സംസാരിക്കാം. വിഷമിക്കാതിരിക്കെ, ഞാനുണ്ട് കൂടെ. മാത്രമല്ല ആക്ടും കൂടെ ഉണ്ടല്ലോ. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.